ഇസ്രായേൽ സൈന്യത്തെയോ പൗരന്മാരെയോ ആക്രമിക്കുന്നവർക്ക് വധശിക്ഷ ഉറപ്പാക്കുന്ന ഇസ്രായേലിന്റെ പുതിയ നിയമത്തിനെതിരെ ലോകരാജ്യങ്ങൾ. പുതിയ വധശിക്ഷാ നിയമം പാലസ്തീനികളെ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും സമാനമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ജൂതവംശജർക്ക് ഇത് ബാധകമാകില്ലെന്നും മനുഷ്യാവകാശ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. ഇസ്രായേലിന്റെ നീക്കം വംശീയ വിവേചനമാണെന്നും ജനാധിപത്യ മൂല്യങ്ങൾക്ക് നിരക്കാത്തതാണെന്നുമാണ് വിമർശനം. നിയമം അടിയന്തരമായി പിൻവലിക്കണമെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ അടക്കമുള്ള മനുഷ്യാവകാശ സംഘടനകൾ ആവശ്യപ്പെട്ടു. ശിക്ഷാവിധി വന്ന് 90 ദിവസത്തിനുള്ളിൽ തൂക്കിലേറ്റണമെന്ന കർശന വ്യവസ്ഥയും പുതിയ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിയമം പാസാക്കിയതോടെ അതിരൂക്ഷ വിമർശനവുമായി ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങൾ രംഗത്തെത്തി. ഇസ്രായേലിലെ സിവിൽ റൈറ്റ്സ് അസോസിയേഷൻ നിയമത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പലസ്തീൻ ജനതയ്ക്കെതിരെയുള്ള യുദ്ധക്കുറ്റമെന്നാണ് പലസ്തീൻ അതോറിറ്റി പുതിയ നിയമനിർമ്മാണത്തെ വിശേഷിപ്പിച്ചത്. പുതിയ നിയമം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും പലസ്തീൻ ജനതയുടെ പോരാട്ട വീര്യത്തെ തകർക്കാൻ ഇത്തരം നടപടികൾക്ക് കഴിയില്ലെന്നും പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് പറഞ്ഞു. സൈനിക കോടതികളിൽ പലസ്തീനുകളെ കുറ്റക്കാരാക്കി വിധിക്കുന്ന കേസുകളുടെ നിരക്ക് 90% പലപ്പോഴും പീഡിപ്പിച്ചാണ് മൊഴികൾ രേഖപ്പെടുത്തുന്നതെന്നും മനുഷ്യാവകാശ സംഘടനയായ ബിസലേം ആരോപിക്കുന്നു. നിയമം അടിയന്തരമായി പിൻവലിക്കണമെന്ന് ആംനസ്റ്റി ഇന്റർനാഷണലും ആവശ്യപ്പെട്ടു. ലോകമെമ്പാടും വധശിക്ഷയ്ക്കെതിരെ വികാരം ഉയരുമ്പോൾ ഇസ്രായേലിന്റെ ഈ തീരുമാനം അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്കാണ് വഴി തുറക്കുന്നത്. ഈ വർഷം ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തീവ്ര വലതുപക്ഷ വോട്ടുകൾ സമാഹരിക്കാനുള്ള നീക്കമാണിതെന്നും വിലയിരുത്തപ്പെടുന്നു. 1954 കൊലപാതകത്തിനുള്ള വധശിക്ഷ ഇസ്രായേൽ നിർത്തലാക്കിയിരുന്നു. ഇതിനുശേഷം ഇസ്രായേലിൽ സിവിലിയൻ വിചാരണയിലൂടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഏക വ്യക്തി നാസി കൂട്ടക്കൊലയുടെ സൂത്രധാരന്മാരിൽ ഒരാളായ അഡോൾഫ് ഐക്മാൻ മാത്രമാണ്. വെസ്റ്റ് ബാങ്കിലെ സൈനിക കോടതികൾക്ക് പലസ്തീനികൾക്ക് വധശിക്ഷ നൽകാൻ നേരത്തെ തന്നെ അധികാരമുണ്ടായിരുന്നെങ്കിലും അത് ഇതുവരെ പ്രയോഗിച്ചിരുന്നില്ല. തീവ്ര വലതുപക്ഷ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻ ഗ്യൂറാണ് ഈ നിയമത്തിന് വേണ്ടി ശക്തമായി വാദിച്ചത്. പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് ഈ നിയമത്തെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമെന്നും പലസ്തീനികളെ ഭയപ്പെടുത്താനുള്ള ശ്രമമെന്നും വിശേഷിപ്പിച്ചു. ഇത്തരം നടപടികൾ പലസ്തീൻ ജനതയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തെ തളർത്തില്ലെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് പ്രസ്താവനയിൽ പറഞ്ഞു. ഹമാസും ഇസ്ലാമിക് ജിഹാദും നിയമത്തെ അപലപിക്കുകയും തിരിച്ചടി നൽകാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ഇത് മേഖലയിൽ സംഘർഷം വർദ്ധിക്കുമെന്ന ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ നിയമത്തെ ശക്തമായി വിമർശിച്ചു. ഇത് പലസ്തീനികൾക്ക് നേരെ വിവേചനം കാണിക്കുന്നതാണെന്ന് അവർ ചൂണ്ടിക്കാട്ടി. ഭീകരവാദത്തിന്റെ അവ്യക്തമായ നിർവചനങ്ങൾ സിവിലിയൻ പെരുമാറ്റങ്ങൾക്ക് പോലും വധശിക്ഷ നൽകാൻ ഇടയാക്കുമെന്ന് ഐക്യരാഷ്ട്രസഭയിലെ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. വധശിക്ഷ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുമെന്ന് തെളിവുകളൊന്നുമില്ലെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ ആവർത്തിച്ചു. ഇസ്രായേലിലെ മനുഷ്യാവകാശ സംഘടനകൾ ഇതിനെ പലസ്തീനികൾക്കെതിരായ വംശീയ ആക്രമണം എന്നാണ് വിശേഷിപ്പിച്ചത്. അസോസിയേഷൻ ഫോർ സിവിൽ റൈറ്റ്സ് ഇൻ ഇസ്രായേൽ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഈ നിയമം ജനാധിപത്യ തത്വങ്ങൾക്ക് വിരുദ്ധമായതിനാൽ കോടതി ഇത് റദ്ദാക്കാൻ സാധ്യതയുണ്ടെന്ന് നിയമവിദഗ്ധർ കരുതുന്നു. അതേസമയം ഇറാനെതിരായ ആക്രമണം തുടരാനായി ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളുമായി പുതിയ സൈനിക നയതന്ത്ര സഖ്യം രൂപീകരിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. എന്നാൽ ഏതൊക്കെ രാജ്യങ്ങളുമായാണ് പുതിയ സഖ്യം സ്ഥാപിക്കുന്നതെന്ന് നെതന്യാഹു വെളിപ്പെടുത്തിയില്ല. ഏഷ്യയിലെയും യൂറോപ്പിലെയും പ്രമുഖ ശക്തികളുമായി ഇസ്രായേൽ ചർച്ചകൾ നടത്തിയതായാണ് അദ്ദേഹം യോഗത്തിൽ അറിയിച്ചത്. ഇറാന്റെ ആണവ പദ്ധതികളും പ്രാദേശികമായ ഇടപെടലുകളും ലോക സമാധാനത്തിന് ഭീഷണിയാണെന്നും ഇത് നേരിടാൻ ഇസ്രായേൽ ഒറ്റയ്ക്കല്ലെന്നും നെതന്യാഹു പറഞ്ഞു. പുതിയ സഖ്യങ്ങൾ വഴി അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ കൈമാറുന്നതിനും സംയുക്ത സൈനികാഭ്യാസങ്ങൾ നടത്തുന്നതിനും പദ്ധതിയുണ്ട്. അമേരിക്കയുമായുള്ള ബന്ധം ശക്തമായി തുടരുമ്പോൾ തന്നെ മറ്റ് ആഗോള ശക്തികളെ കൂടി ഉൾപ്പെടുത്തിയ ആക്രമണ സഖ്യം വിപുലീകരിക്കാനാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. എന്നാൽ അമേരിക്കയുടെ നിലപാടിൽ ഇപ്പോൾ മാറ്റമുണ്ട്. അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ ഇറാനെതിരായ യുദ്ധത്തിൽ നിന്ന് കരാറില്ലാതെ തന്നെ പിന്മാറാൻ ആലോചിക്കുന്നുവെന്നാണ് ട്രംപ് വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങളോട് പ്രസ്താവിച്ചത്. ഇറാനുമായുള്ള സംഘർഷം യുദ്ധത്തിലേക്ക് നീങ്ങിയ സാഹചര്യത്തിൽ അറബ് രാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തിയതിന് പിന്നാലെയാണ് കൂടുതൽ ആഗോള സഖ്യങ്ങൾക്കായി ഇസ്രായേൽ നീക്കം നടത്തുന്നത്. മേഖലയിൽ ഇറാന്റെ സ്വാധീനം കുറയ്ക്കുകയെന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഇസ്രായേലിന്റെ നീക്കം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.